ഹായ്, വെൽക്കം ടു ആര്യരാജ്. ഇന്നേ നമുക്ക് കുറച്ച് പച്ചമുളക് അടർത്തിയെടുക്കണം. പല പല ടൈപ്പാണ് കേട്ടോ. അതിനെല്ലാം നമുക്ക് അടർത്തിയെടുത്തിട്ട് പോയിട്ട് പിന്നെ ഒരു സാധനം ഒന്ന് നമുക്ക് വെട്ടിയെടുക്കാനുണ്ട്. പുഴുങ്ങുന്ന സാധനമാണ്. പുഴുങ്ങി കഴിക്കാൻ ബെസ്റ്റാണ്. വൈകുന്നേരത്തേക്കും ഇടവേള സമയങ്ങളിലൊക്കെ അത് പുഴുങ്ങി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശരീരത്തിന് ഉത്തമമായ ഒരു പോഷകാഹാരമാണ് ഞാനിന്ന് വെട്ടിയെടുക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ചെയ്യാവോ? വരൂ, നമുക്കതെല്ലാം ഒന്ന് ചെയ്യാം. വരൂ. ഇത് കണ്ടോ, ഇത് ഒരു ടൈപ്പ് പച്ചമുളകാണ്. ഇതാ നിറയെ കായ്ക്കുന്നതെന്ന് കണ്ടോ. പച്ചയും മഞ്ഞ കളറും കൂടെ ചേർന്നുള്ളതാണ് കണ്ടോ. ഇതാ പഴുത്ത് നിൽപ്പുണ്ട്. ഇതാ ഒത്തിരി കായ്ക്കണുണ്ട്, നന്നായിട്ട് കായ്ക്കുക. നിറയെ കായ്ച്ച് നിൽക്കുകയാണ്. അത് കണ്ടോ കണ്ടോ. ഇതാ ഇങ്ങനെ നിറയെ ഇതാ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ ഇത്രയും കണ്ട. ഇതൊക്കെ പഴുത്ത് നിൽക്കുകയാണ് കണ്ടോ. ഇതിൽ നിന്ന് ഞാൻ ആവശ്യത്തിനൊക്കെ വന്ന് അപ്പോഴപ്പോഴായിട്ട് അടർത്തി എടുക്കാറുണ്ട്. എന്നാലും ഇതാ ഇഷ്ടം പോലെയാണ് ഇതാ കാച്ചു നിൽക്കുന്നത് കണ്ട. ഇനി വേറൊരു ടൈപ്പുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. വേറെ ടൈപ്പുണ്ട്, നല്ല ടൈപ്പാണ്. അത് ഒത്തിരി വലുതാണ്. കാണിച്ചു തരട്ടെ. പക്ഷേ അത് കുഞ്ഞ് മുളകാണ്. എന്നാലും അതിൽ വരുന്ന മുളക് നല്ല നീളവും നല്ല മുഴുപ്പും ഉള്ളതാണ്. അത് കാണിച്ചു തരാൻ പറ്റും. ഇതാ ഇത് കണ്ടോ, വലിയ മുളക്. ഇതിൽ വലുതായിട്ട് നിന്ന രണ്ടെണ്ണം ഞാൻ ഇന്നലെ അടർത്തിയെടുത്തു കറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത് കണ്ട, ഈ ടൈപ്പാണ്. ഇങ്ങനെ വലുതായിട്ട് വരുന്നതാണ്. ഇതും ഇതാ കണ്ട, ഇത് പൂത്ത് തുടങ്ങിയുള്ളത്. നിറയെ പൂത്ത് നിൽക്കുന്നു. ഇതിലും പൂക്കൾ അങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഇത് വേറൊരു ടൈപ്പ്. ഇനി ഒരു ടൈപ്പ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, വേറൊരു ടൈപ്പാണ്. ഇതും നല്ല മുഴുത്ത നീളമുണ്ട്, ആ നീളത്തിനൊത്ത വണ്ണവുമാണ് കണ്ടോ. ഇതും ഇതാ ഒത്തിരി കാച്ച് അങ്ങനെ നിറച്ച് കാച്ച് ഇതാ അങ്ങനെ നിൽക്കുകയാണ് കണ്ടോ. ഇത് വേറൊരു ടൈപ്പ്. അങ്ങനെ മുളകളിൽ തന്നെ പല 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 ടൈപ്പ് മുളകുകളുണ്ട്. എരിയുള്ളതും എരിയില്ലാത്തതും, കളറുള്ളതും കളറില്ലാത്തതും, പാൽമുളക്, പച്ചമുളക്, കാന്താരി, ഉണ്ടമുളക്, അങ്ങനെ തൊണ്ടൻ മുളക്, അങ്ങനെ ഒരുപാട് മുളക് ടൈപ്പുണ്ട്. പക്ഷേ നമുക്കിതുപോലെയുള്ള പല പല ടൈപ്പ് നട്ട് വളർത്തുന്നത് നല്ലതാണ്. എരിക്ക് വേണ്ടി എരിയുള്ളത് എടുക്കാം, അല്ലാത്തതിന് എരി ഇല്ലാത്തത് എടുക്കാം, മറ്റേ കളറിന് വേണ്ടി കളറുള്ളത് എടുക്കാം. വെള്ള ഭംഗി വരാൻ വേണ്ടി ചില സലാഡുകൾക്കൊക്കെ വെള്ള പച്ചമുളക് ഇടണം. അതാണ് അതിനാ ഭംഗി, കാണാനുള്ള ഭംഗി. അങ്ങനെ എന്തിനു വേണം നമുക്ക് മാറി ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഓരോ മൂടുകളൊക്കെ നട്ട് വളർത്താൻ ശ്രമിക്കണേ. നമുക്ക് അങ്ങോട്ട് പോയി മുളക് പറിക്കാം. കുറച്ച് പച്ചമുളക് നമുക്ക് അടർത്തിയെടുക്കാം. ഇതാ പഴുത്ത് നിൽക്കുന്നതാണ് ഞാൻ അടർത്തി എടുക്കുന്നത്. അരപ്പഴവും മുഴുപ്പഴവും അങ്ങനെ പഴുത്ത് നിൽക്കുന്ന കുറേ പച്ചമുളക് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. നല്ല കാറ്റാണ് എപ്പോഴും, വൈകുന്നേരവും രാവിലെയും നല്ല കാറ്റാണ് കണ്ട. കാറ്റടിക്കുന്നുണ്ട. കാറ്റ് വന്നു കള്ളനെ പോലെ, കാട്ടുമുല്ലയ്ക്ക് ഉമ്മ കൊടുത്തു കാമുകനെ പോലെ. കാറ്റ് വന്നു കള്ളനെ പോലെ എന്ന് പറഞ്ഞതുപോലെയാണ് കാറ്റ് വരണത്. ചെടികളിലൊക്കെ വന്ന് ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് തോന്നും കാറ്റ് അതിന് ഉമ്മ കൊടുക്കുന്നെന്നാണ് നമുക്ക് തോന്നുന്നത്. ബാക്കി മുളക് കൂടെ പറിക്കാം. കത്രിക വേണമെന്നില്ല നമുക്ക്. ശരിയാ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് എളുപ്പം. പറിച്ച് തീർന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. കണ്ട, നല്ല പച്ചമുളകല്ലേ. മീനിനും മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ ഓടി വന്ന് പറിക്കാറുണ്ട്. എല്ലാത്തിനും ഒത്തിരി നാൾ കൊണ്ട് ഞാൻ പുറത്തുനിന്ന് മുളക് വാങ്ങാറേ ഇല്ല. മുളകിലാണ് കൂടുതലും ഈ വിഷം തളിക്കുന്നത്. മുളക്, കരിവേപ്പില, പച്ച കൊത്തമല്ലി, ഇതിലൊക്കെയാണ് കൂടുതൽ വിഷം കലർത്തുന്നത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കഴിയണത് ഓരോ മൂടി വളർത്താൻ നോക്കണം കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇതിലൊക്കെയാണ് കൂടുതൽ വിഷം. ഇത് കണ്ടോ, നല്ല ശുദ്ധമായ നല്ല പച്ച നല്ല പ്യൂർ ജൈവവള പച്ചമുളക് കണ്ടോ. ഇത്രയും ഞാനിപ്പോൾ അടർത്തിയെടുത്ത്. ഇനി ഒത്തിരി നിൽക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും മതിയല്ലോ, വെറുതെ പറിച്ചുകൊണ്ട് വെച്ച് അത് വേസ്റ്റാക്കി കളയണ്ട. ഇത് ഇത്രയും ഞാനിപ്പോൾ അടർത്തിയെടുത്തു. നമുക്കേ ഇനിയൊരു കാര്യം എടുക്കാൻ പോകണം. എന്തെന്നറിയോ, പുഴുങ്ങി കഴിക്കുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ, നമുക്കതൊന്ന് പറിച്ചെടുക്കാൻ പോകാവോ? വരൂ, നമുക്ക് അങ്ങോട്ട് പോയി അതിനെ പറിച്ചെടുക്കാം.
ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതാണ് ഞാൻ പറഞ്ഞത് വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞില്ലേ. കണ്ടോ, വല്ലതും ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. സാധാരണ ഇതാ പട്ട് ഇലയൊക്കെ ഞാൻ പടുമ്പോഴും ഇതിൻ്റെ മുട്ടിൽ നിന്ന് തന്നെ ഇതാ ഒരു ശിഖരം കൂടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് മുറ്റി എന്നാണ്. അതുപോലെ ഞാനും മുറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് കഴുത്തൊക്കെ നിൽക്കുന്നത് മുറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊന്ന് വെട്ടിയെടുക്കാം എന്ന് ഞാനും ഒന്ന് വിചാരിക്കും. നമുക്ക് വെട്ടിയെടുക്കാവൂ. ആദ്യം നമുക്കിതിനെ ഒന്ന് പിഴുതെടുക്കാം. പിഴുതതിന് ശേഷം കിഴങ്ങുണ്ടോ എന്ന് നോക്കാം. കിഴങ്ങുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ 2-3 തണ്ടങ്ങ് കട്ട് ചെയ്യുക. ഉള്ളവരെല്ലാവരും ഇത് പുഴുങ്ങി കഴിച്ചിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇത് സാധാരണ ഈ തണ്ട് പുളുങ്കറി വയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ഇല ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പണ്ടത്തെ കാലത്തൊക്കെ ഇതും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ചെറുതായത് ഇങ്ങനെ ഇത്ര വലിപ്പത്തിന് വട്ടം ഇങ്ങനെ വെട്ടി നമ്മൾ പുളുങ്കറി എന്നൊരു പേരുള്ള ഒരു കറിയുണ്ട് കേട്ടോ. ആ കറി വയ്ക്കുക. അതിനിത് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉരിച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കിയെടുത്ത് ഒരു പുളുങ്കറി വയ്ക്കണം. നല്ല ടേസ്റ്റാണ്. കായവും മല്ലിയും മുളകും ഒക്കെ കൂടെ ചേർത്ത് കടുവറുത്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ പുളിയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണിത്. പുളിട്ടെ ഒന്ന് വെട്ടേണ്ടി വരും. ഒന്ന് വെട്ടിട്ടെ. സാന്നിരിക്കുകയാണെന്നോ കിഴങ്ങ് വല്ലതും ഉണ്ടോന്ന് കണ്ടറിയാം. എന്തായാലും നമുക്ക് വെട്ടിയെടുക്കാം. ഇന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് ഒന്ന് പുഴുങ്ങാം. അപ്പം അത് പാട് തന്നെ പൊട്ടി വന്നു കേട്ടോ. കിഴങ്ങുണ്ടോ എന്ന് നോക്കട്ടെ. കിഴങ്ങുണ്ട്. ഞാൻ രാവിലെയും വൈകുന്നേരം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു വെട്ടണമെന്നുള്ള കാര്യം വിചാരിച്ച്. ഇത് വെട്ടാറായി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വെട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് വെട്ടിയെടുക്കുന്നത്. വിശപ്പ് കഴിഞ്ഞത് ഇത് താന്നിരിക്കുകയാണ്. കിഴങ്ങുണ്ട് പക്ഷേ താന്നാണ് ഇരിക്കുന്നത്. അയ്യോ, കരിമലക്കയറ്റം കഠിനം എന്ന് പറഞ്ഞ പോലെ വെട്ടിയെടുക്കാൻ കഠിനം. അയ്യോ, അങ്ങനെ വിട്ടാൽ കൊള്ളൂലല്ലോ. വെട്ടിയെടുത്തിട്ടേ ഇരിക്കുള്ളൂ. കിഴങ്ങ് കണ്ടുപോടാ. ഇതാ കണ്ട, നല്ല വലിയ കിഴങ്ങ്. ഒരു മൂടുക ഇതൊന്ന് കിളിർത്ത് വരുകയും ചെയ്തില്ല. അമ്മ അതെ,
ഈ തെങ്ങിൻ്റെ വേരും കൂടെ ഇതിന് ചുറ്റിപ്പിടിഞ്ഞിരിക്കുകയാണ്, ചുറ്റിപ്പിണഞ്ഞിരിക്കുകയാണ്. അത് കാരണം ഇത്ര പാട് കേട്ടോ. എന്തായാലും നമുക്ക് വിടണ്ട, വെട്ടിയെടുക്കാം. നന്നായി കഴിഞ്ഞാൽ ആ നമ്മളങ്ങനെ വിജയിച്ചതാ വരണ. കണ്ടോ കണ്ടോ വലിയ മുഴുത്ത കിഴങ്ങ്, കണ്ടോ നല്ല വലിയ മുഴുത്ത കിഴങ്ങ്, കണ്ടോ നല്ല പരിവായ കിഴങ്ങ്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഇത് വീണ്ടും നടാം. കണ്ടോ ഇത് കിഴങ്ങിൽ വന്ന് പൊടിച്ചു. ഇത് വീണ്ടും നടുമ്പോൾ ഇതും ഒരു മൂട് ചേമ്പാവും. കണ്ടോ ഞാൻ നട്ട അടയാളം കണ്ടതാ. മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നടണം. നടുമ്പോഴാണ് ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ കിഴങ്ങ് ഓടുന്നത്. കണ്ടോ മുറിച്ച് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഇതെങ്ങനെയാണ്. ഇത് നമുക്കിനി വീണ്ടും ഈ വേരുകളെ കറുത്തിട്ട് ഇത് വീണ്ടും നടാം. വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് തന്നെ വീണ്ടും മുളച്ച് വന്ന് ഇതൊരു മൂട് ചേമ്പായി മാറും. ഇനി കിഴങ്ങില്ലാന്ന് തോന്നി. കണ്ടോ ഇത്രയും കിഴങ്ങ് കിട്ടി. ഇതാ നല്ല വെയിറ്റ്. ഈ 2 കിഴങ്ങ് തന്നെ ഏകദേശം 1 കിലോ വരുമെന്ന് തോന്നുന്നു. കണ്ടോ അങ്ങനെ ഇതാ ഇത്രയും കിഴങ്ങ് കിട്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു നല്ല വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. ഓക്കേ, ബൈ.